ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കവർ ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക്, അതായത് കരിയർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലും അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന ആ ടൈപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന കോഴ്സ്, പഠിക്കാൻ പോകുന്ന കാര്യം, അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒരു കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. നിങ്ങളുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് ഇൻ ലൈവ് പ്രൊജക്റ്റ് ഓർ നോട്ട്, ലൈവ് പ്രൊജക്റ്റിലാണോ നിങ്ങൾ ചെയ്യുന്നത് അല്ലയോ എന്നുള്ളത്. ഒരു തിയറി ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾ പോകണ്ട. ലൈവ് പ്രൊജക്ട്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും പഠിക്കില്ല. വെറുതെ ഒരു സ്റ്റോറി മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നോ യൂസ്, എവിടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിലൂടെ ലൈവ് പ്രൊജക്റ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമുക്കൊരു ഒരു ഒരു ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിനകത്ത് എസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്കായിട്ടൊരു ഡെമ്മി സൈറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് വരുത്തണം. അതോ വെറും തിയറിയാണെന്നുള്ളത്. വെറും തിയറിയാണെങ്കിൽ പോകരുത്. നമുക്ക് ഒരു ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. വെബ്പ്രസിനകത്തൊക്കെ പോയി ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ചെയ്യാം. ബ്ലോഗർ ഉണ്ട്, അതുപോലെ വിക്സ് ഉണ്ട്, പല പ്ലാറ്റ്ഫോമുണ്ട്. അതൊക്കെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊണ്ട് തന്നെ വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാം. ഇനി സെയിം വേ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുന്ന സമയത്ത് ലൈവ് പ്രൊജക്റ്റിലാണോ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു പേജ്, സോഷ്യൽ മീഡിയ അല്ലേ, പേജസ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡമ്മി ആയിട്ട് എന്തെങ്കിലും നിശ്ചയം ഉദ്ദേശിക്കുക, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ പോസ്റ്റുകൾ ഇടുക, ടെസ്റ്റ് ഔട്ട് ചെയ്യുക, അതിൽ ക്യാമ്പയിനാണ് അതിനകത്ത് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ലൈവ് എക്സ്പീരിയൻസ് തരുന്ന സ്ഥലങ്ങളിൽ പോയി പഠിച്ചാൽ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പഠിക്കുന്ന ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള പ്രൊജക്ട്സിലാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാൻ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ ലൈവായിട്ടുള്ള പ്രൊജക്ട്സുകൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ, ട്രെയിനിങ്ങിന് വേണ്ടി നോക്കുന്ന ആളുകൾ, ഇവരെല്ലാം കൺസിഡർ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം ഇതാണ്, ലൈവായിട്ടുള്ള പ്രൊജക്ട്സുകളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് മേക്ക് ഷുവർ ചെയ്യുന്നത്. എന്തൊക്കെ പഠിപ്പിക്കുക, എന്തൊക്കെ ഉണ്ടോ എന്നുള്ളതല്ല, ലൈവ് സാധനങ്ങളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം. സോ അതാണ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനോ പഠിക്കാനോ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ ഏത് ടൈപ്പാണെങ്കിലും ഈ ഒരു പോയിൻ്റ് കോറായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം നമ്മുടെ കണക്ഷനിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നും അറിയില്ല. അപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് അറിയില്ല എന്നുള്ളതല്ല, ലൈവ് പ്രൊജക്റ്റിൽ ചെയ്താൽ നിങ്ങൾ അറിയും. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് PPC ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യേണ്ടത്. ലൈവ് പ്രൊജക്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന സെയിം, നിങ്ങൾ എന്താണോ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഒരു കമ്പനി കയറി ചെയ്യാൻ പോകുന്നത്, അത് തന്നെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സാധാരണ രീതിയിലുള്ളൊരു തിയറിറ്റിക്കൽ പഠനം മാത്രമായി മാറും. നിങ്ങൾക്ക് എന്നാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലെവലോ ഒന്നും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ എന്നിട്ടൊരു കമ്പനിയിൽ പോയിട്ട് വീണ്ടും നിങ്ങൾ അവിടുന്ന് ലൈവായിട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. സോ അങ്ങനെയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾ ഈ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. ഇതുണ്ടെങ്കിൽ ഈ ക്യാൻ ഗോ, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇഷ്ടംപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ കിട്ടും. അവിടെയൊക്കെ വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് മെയിനായിട്ട് ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.